ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ബാക്കു ഡേ 3 കണ്ടാലോ? സോ ഡേ 1ഉം ഡേ 2ഉം നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഡേ 3. ഡേ 3 ആൻഡ് ദ ഫൈനൽ ഡേ. നമ്മൾ 3 ദിവസമേ ബാക്കുവിലുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഈ 3 ദിവസത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസമാണ് മൂന്നാമത്തെ ദിവസം. സോ ഇന്ന് നമ്മൾ പോകുന്നത് ഷഹദക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ബാക്കു സിറ്റിയിൽ നിന്ന് ഒരു 3 hours ഡ്രൈവ് ഉണ്ട് ഷഹദക്കിലോട്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ -6 ഒക്കെയാണ്. ഷഹദക്കിലോട്ട് പോകുമ്പോഴത്തേക്കും -6 ഒക്കെ ആവുന്നുണ്ടായിരുന്നു. എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരുന്നു. സോ ബാക്കുവിൽ വരുന്ന എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഷഹദക്. ഷഹദക്കിലാണ് എല്ലാ ആക്ടിവിറ്റീസും, സ്നോ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത് ഷഹദക്കിലാണ്. അപ്പോൾ നമ്മൾ ബാക്കു വരാൻ പ്ലാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ടിക്ക് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ച സ്ഥലമാണ് ഷഹദക്. അങ്ങനെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലേസ് എന്ന് നോക്കിയേ. ഈ ഷഹദക്കിലോട്ട് പോകുന്ന വഴിയിൽ എല്ലാം നമ്മൾ ഫുള്ള് 2 സൈഡിലും മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒരു ഹെവൻ ഓൺ എർത്ത് എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു നമ്മൾ പോകുന്ന വഴി മുഴുവൻ കണ്ടത്. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ടൈപ്പ് കാഴ്ചകളായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുക. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു പോയ വഴി മുഴുവൻ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡിൽ നിർത്തി. സോ നമ്മൾ ബാക്കു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു അസർബൈജാൻ എങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഈ പ്ലേസ്. നമ്മൾ ലൈഫിൽ മറക്കത്തില്ല ഈ ഒരു സ്ഥലം. ഈ ഒരു ട്രിപ്പ് അത്രമാത്രം മെമ്മറീസാണ് നമുക്ക് തന്നത്. ശരിക്കും ഒരു ഹെവൻലി ഫീലിംഗ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. നമ്മൾ ഷഹദക്കിൽ എത്തിയിട്ടില്ല ആക്ച്വലി. നമ്മൾ ജസ്റ്റ് ഈ സീനറിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഷഹദക്ക് എത്താറായായിരുന്നു. ഓൺ ദ വേ എത്ര വീഡിയോസ് എടുത്തിട്ട് മതിയാവുന്നില്ല. അതുപോലത്തെ ഒരു വേറൊരു ലോകത്ത് ചെന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു പ്ലേസ്. ഇപ്പോൾ ക്ലൈമറ്റ് നമ്മൾ ഷഹദക്ക് അടുക്കുന്തോറും ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. ഷഹദക്കിൽ -9 ഒക്കെ ആയിരുന്നു നമ്മൾ ചെന്ന ഡേ. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷഹദക്കിൽ കുറച്ചധികം റൈഡ്സ് ഉണ്ട്. റോളർ കോസ്റ്റർ, കേബിൾ കാർ, പിന്നെ അങ്ങനെ കുറേ അധികം റൈഡ്സ് ഉണ്ട്. അതിൽ കയറാനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഷഹദക്കിലെത്തി നേരെ പോയി ടിക്കറ്റ് എടുത്തു റോളർ കോസ്റ്ററിൽ കയറാനായിട്ട്. സോ റോളർ കോസ്റ്റർ 2 പാർട്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളെ ഇവർ മേളിലൊരു മൗണ്ടൻ്റെ അവിടെ എത്തിക്കും. പിന്നെ അവിടുന്ന് താഴേക്ക് ആണ് അടുത്ത റൈഡ്. സോ നമ്മളങ്ങനെ മേളിലെത്തി. അതൊരു സ്ലോ റൈഡായിരിക്കും മേളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നേ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് കീപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ താഴേക്കുള്ള റൈഡ് പോകും. അങ്ങനെയാണ് റോളർ കോസ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. സോ ഈ മൗണ്ടൻ്റെ മേളിൽ ഭയങ്കര വാസ്റ്റായിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് പ്ലേസ് ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനും കളിക്കാനും എല്ലാം. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ലൈഫിൽ വൺസെങ്കിലും എല്ലാവരും ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വരണം. പറ്റുന്നവരെല്ലാം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരണം. ഈ സ്നോ കാണുക എന്ന് പറഞ്ഞാൽ അത് വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അസർബൈജാൻ വിൻ്റർ സമയത്താണ് ഇത്രയും സ്നോ കൊണ്ട് മൂടിയിരിക്കുക. ഇവിടുത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു തന്നെ രീതിയിലായിരിക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് പുള്ളിയപ്പോൾ പറയുമായിരുന്നു സമ്മറിൽ വേറൊരു ലുക്കായിരിക്കും അസർബൈജാൻ, ഇതുപോലെ ആയിരിക്കത്തില്ല. ഫുള്ളൊരു ഗ്രീനറി രീതിയിലായിരിക്കും. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ വേറെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ഷഹദക്ക് അപ്പോഴും ഓപ്പൺ ആയിരിക്കും, പക്ഷേ ഇതുപോലെ മഞ്ഞൊന്നും കാണത്തില്ല. ഒരു ഗ്രീനറി ടൈപ്പായിരിക്കും ആ സമയത്ത്.
നമുക്ക് മഞ്ഞ് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഒച്ചയും ബഹളവും കളിയും എല്ലാം ആയിരുന്നു. അങ്ങനെ നമുക്ക് താഴേക്ക് പോവാം. ഇനി താഴേക്ക് ഉള്ള റൈഡിൽ നമ്മൾ കയറി. ഇതാണ് ശരിക്കും അഡ്വെഞ്ചറസ് ആയിട്ടുള്ള റൈഡ് കേട്ടോ. ഇത് ഭയങ്കര രസമായിരുന്നു. ഈ മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെയുള്ള റോളർ കോസ്റ്റർ റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഡ്രീം ചെയ്തൊരു കാര്യമാണ്. അത് റിയലായിട്ട് സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ ലെവൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്തു ആ റൈഡ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാട്ടോ. എന്നോടവിടെ പുറകിൽ നിന്ന് കൂവി ചോദിക്കുവാണ്, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അമലിക്ക. സോ അപ്പോൾ ശരിക്കും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ മഞ്ഞുമലയുടെ ഇടയ്ക്കൂടെയുള്ള ഈ ഒരു ഇതൊരു വേറെ തന്നെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇപ്പോൾ എത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു. എന്തെങ്കിലും നിങ്ങൾ ബാക്കു വരുവാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ റൈഡിൽ കയറണം, റോളർ കോസ്റ്റർ റൈഡിൽ കയറണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കേബിൾ കാറിൽ കയറാമെന്ന് ഓർത്തു. അപ്പോൾ കേബിൾ കാർ ഇതാണ്. ഒരു 100-200 എണ്ണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേബിൾ കാർ. നമ്മുടെ കേബിൾ കാറാണിത്. നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ആണിത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഓരോന്ന് പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് താഴേക്ക് നോക്കിയാൽ ഒന്നും കാണത്തില്ല. കംപ്ലീറ്റ്ലി ഇങ്ങനെ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഏറ്റവും ടോപ്പിൽ കൂടിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ മെയിനായിട്ടുള്ള പ്ലാൻ എന്തായാലും നമുക്ക് റോളർ കോസ്റ്ററും കേബിൾ കാറും മസ്റ്റായിട്ടും കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഈ കേബിൾ കാറും റോളർ കോസ്റ്റർ പോലെ തന്നെ 2 പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളെ മേളിലേക്ക് കൊണ്ടുപോകും. ആ ഒരു മൗണ്ടനിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തും. സോ നമ്മളിപ്പം ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ഒരു മൗണ്ടൻ്റെ മേളിലെത്തി. ഈ പ്ലേസ് ഒന്ന് നിങ്ങൾ നോക്കിയേ. ഈ ക്യാമറയിൽ കൂടി നമുക്ക് ഇതിൻ്റെ ഭംഗി എത്രയൊക്കെ നോക്കിയാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ഹെവൻലി ഫീലായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും. എത്ര നമ്മൾ വീഡിയോസ് എടുത്ത് കാണിച്ചാലും നമ്മളവിടെ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ പകുതി പോലും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ സ്ഥലം. നമ്മുടെ ഈ ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും എല്ലാ ദിവസവും ഒരേ റൊട്ടീനല്ലേ, ജോലിക്ക് പോകുന്നു തിരിച്ച് വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള 3 ദിവസമായിരുന്നു ഞങ്ങൾ മാത്രമായിട്ട്. ശരിക്കും നമുക്ക് ഒരുപാട് മെമ്മറീസ് തന്ന സ്ഥലം തന്നെയാണ് അസർബൈജാൻ. അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ് തിരിച്ചെത്തി. അങ്ങനെ നമ്മുടെ ഷാദക് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. നമ്മുടെ ലാസ്റ്റ് ഒരു നൈറ്റ് ഔട്ടാണ് അസർബൈജാനിൽ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം, നടക്കാമെന്ന് വിചാരിച്ചു. റൂമിൽ തന്നെ ഇരിക്കാതെ പുറത്തിറങ്ങി നടക്കാം, മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതായിരുന്നു നമ്മുടെ റൂം, ഈ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് നിസാമി സ്ട്രീറ്റും ഓൾഡ് ബാക്കു സ്ട്രീറ്റിലൊക്കെ ചുമ്മാ കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷോപ്പിംഗ്. നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്തില്ല. നമ്മൾ ആക്ച്വലി ലഗേജ് അങ്ങനെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം 3 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ ലഗേജിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. സോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സോവനിയേഴ്സ് ആണ് മെയിനായിട്ടും വാങ്ങിച്ചത്.
അങ്ങനെ നമ്മൾ ഓൾഡ് ബാക്കു സിറ്റിയിൽ പോയപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു പാർട്ടി നടക്കുമായിരുന്നു. ആൾക്കാരൊക്കെ ഭയങ്കര ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ കൂടി ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും ഞങ്ങൾ പറയുമായിരുന്നു, അയ്യോ ഇത് ലാസ്റ്റ് ഡേ ആണല്ലോ, നമുക്ക് തിരിച്ച് പോകാനായിട്ടേ തോന്നുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഒന്ന് രാത്രി ഇറങ്ങിയത് ഞങ്ങളുടെ ഫേവറേറ്റ് ആ റെസ്റ്റോറൻറ്റ്, നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് ബൊറാനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അത് തന്നെയായിരുന്നു നമ്മുടെ ഫേവറേറ്റ്. നമ്മൾ മിക്കവാറും ഇവിടുന്ന് തന്നെയാണ് കഴിച്ചത്, കാര്യം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ഇത്രയും ടേസ്റ്റുള്ള ഹോട്ട് ചോക്ലേറ്റ് ഞാൻ വേറെ എവിടെ നിന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡിന്നർ ഇവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി ഡിന്നർ കഴിച്ചു, പിന്നെ ഹോട്ട് ചോക്ലേറ്റും കുടിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വായിൽ ആ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതൊരിക്കലും മറക്കത്തില്ല. വേറെ എവിടെ നിന്ന് ഇത്രയും ടേസ്റ്റുള്ള ഹോട്ട് ചോക്ലേറ്റ് ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ മെമ്മറീസായിട്ട് തിരിച്ച് അബുദാബിയിലേക്ക് പോവുകയാണ്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തലേദിവസം ഫുള്ള് ഹെവി സ്നോഫോളായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതേ സിറ്റി ഫുള്ള് നമ്മുടെ റോഡ്സ് വരെ ഐസ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയുമായിരുന്നു ഭയങ്കര ഡേഞ്ചറസ് ആണിത്, വണ്ടികളൊക്കെ സ്കിഡ് ആവുമല്ലോ ഐസിൽ. സോ അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ ഓടിച്ച് എയർപോർട്ടിലെത്തി. അങ്ങനെ കുറേ മെമ്മറീസ് ആയിട്ടാണ് നമ്മൾ അബുദാബിയിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത അടിപൊളി 3 ദിവസമായിരുന്നു. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാക്കുവിലെ ദിവസങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.